നമസ്കാരം. ഇന്നത്തെ വിഷയം സർക്കാർ ജീവനക്കാരുടെ SLI പോളിസിയാണ്. അതിൽ പ്രീമിയം തുക അടയ്ക്കുന്നത് കുറവുള്ളവർ അഡീഷണൽ പോളിസി എടുക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച SLIയെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇന്നത്തെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാർക്ക് മാർച്ച് മാസത്തെ സാലറിയിൽ ആണ് ശരിക്കും 25% DAയിൽ നിന്ന് DA പെർസെൻറ്റേജ് 35% വർദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ 2021 നവംബർ 30 GOP 159 പ്രകാരം SLIയുടെ നിരക്കിൽ തന്നെയാണോ പ്രതിമാസ പ്രീമിയം തുക ഈടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് എല്ലാ DDOമാരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കുറവുണ്ടെങ്കിൽ ആ പ്രീമിയം തുക അടയ്ക്കേണ്ടത് ഓരോരുത്തർക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറവുണ്ടെങ്കിൽ അഡീഷണൽ പോളിസി എടുക്കാൻ ജീവനക്കാരോട് DDOമാര് ആവശ്യപ്പെടേണ്ടതാണ്. ഇതിന് പുറമെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 50 വയസ്സ് പൂർത്തിയായാൽ അവര് പുതിയ പോളിസിയും എടുക്കണ്ട, അഡീഷണൽ പോളിസിയും എടുക്കേണ്ട. നിലവിൽ എത്രയാണോ അവര് അടച്ചു വരുന്ന തുക അത് അടച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ല, 50 വയസ്സിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനമെങ്കിൽ അവർക്ക് ഒരു പോളിസിയും എടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി SLI പ്രീമിയം കണക്കാക്കുന്നത് ശരിക്കും നിലവിൽ ജീവനക്കാരന്റെ നിലവിലുള്ള ബേസിക് പേ പ്ലസ് DA ആ കിട്ടുന്ന രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന തുകയുടെ, അതായത് നിലവിലുള്ള അടിസ്ഥാന ശമ്പളവും അതിന്റെ 35% DA അത് നമ്മളിപ്പോൾ എടുക്കണം. നേരത്തെ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പം മാർച്ചിൽ 35%, 35% ആണ് DA എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള അടിസ്ഥാന ശമ്പളം പ്ലസ് അതിന്റെ 35% DA ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യയുടെ 1.5% കാണുക. ആ 1.5% അടുത്ത 100ന്റെ സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യാം. 100ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് SLI പ്രീമിയം പിടിക്കുന്നത്. അപ്പോൾ പേ പ്ലസ് DA കൂട്ടിക്കിട്ടിയാൽ ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യയുടെ 1.5% കണ്ട് നെക്സ്റ്റ് 100ന് റൗണ്ട് ചെയ്താൽ നമ്മൾ അടയ്ക്കേണ്ട തുക ലഭിക്കും. അതാണ് അതിന്റെ പറഞ്ഞിട്ടുള്ള, നേരത്തെ കഴിഞ്ഞ പേർവിഷനിൽ വന്ന കാര്യമാണത്. ആ രീതി, അതിന് ഒരു എക്സാമ്പിൾ, അതിന്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഏറ്റവും താഴെ ഉള്ള 23,000 എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ സാലറി എടുക്കാം. നമുക്ക് 23,000 ബേസിക് പേ, അതിന്റെ 35% DA എന്ന് പറയുന്നത് 8,050. ബേസിക് പേയും DAയും കൂടെ കൂട്ടിയാൽ 31,050 രൂപ. ആ 31,050ന്റെ 1.5% നമ്മൾ കാണുന്നു. ആ 1.5% എന്ന് പറയുന്നത് 467 രൂപയാണ്. ആ 467 രൂപ നമുക്ക് സംഖ്യ 466.75 തോന്നുന്നത്. അപ്പോൾ 467 രൂപ എന്ന് പറയുന്ന ഒരു സംഖ്യ SLI പ്രീമിയത്തിൽ 100ന്റെ മൾട്ടിപ്പിളേ പാടുള്ളൂ, അതുകൊണ്ട് അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് 467ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിള് നെക്സ്റ്റ് 100ന് റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് 500 രൂപയ്ക്ക് റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ അടയ്ക്കേണ്ട ഈ 23,000 ബേസിക് പേ ഉള്ള ഒരു ജീവനക്കാരൻ നിലവിൽ മാർച്ച് മാസം 35% ആവുമ്പോൾ അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 500. ഈ 500 രൂപ അടയ്ക്കാൻ നിർബന്ധിതനാണ് ഈ ജീവനക്കാരൻ. അയാൾ ഓൾറെഡി 400 രൂപയാണ് അടച്ചുകൊണ്ടിരുന്നതെങ്കിൽ അയാൾ 100 രൂപയുടെ അഡീഷണൽ പോളിസി എടുത്താൽ മതി. ആകെ അടയ്ക്കേണ്ടതാണ് 500. ഇപ്പോൾ 35% വന്നപ്പോൾ പുതിയതായിട്ട് 500 അടയ്ക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആകെ അടയ്ക്കേണ്ടതാണ് 500. അതിൽ 400 ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 100 രൂപയുടെ അഡീഷണൽ പോളിസി എടുത്താൽ മതി. 100 രൂപ തന്നെ ആവണമെന്ന് ഇല്ല. ഒരു 200 രൂപയുടെ എടുത്താൽ, അതായത് നിശ്ചിതം എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു 100
200 രൂപ കൂടി കൂടുതൽ അഡീഷണൽ പ്രീമിയം പോളിസി എടുത്താൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ഒരു 3-4 കൊല്ലത്തേക്ക് നമ്മൾ ഇതിന്റെ പുറകെ നടക്കണ്ട. അല്ലെങ്കിൽ ഓരോ 100 കഴിയുമ്പോഴും നമ്മൾ അഡീഷണൽ പോളിസികൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് പോളിസി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, ഒരുപാട് പാസ്ബുക്ക് നമ്മുടെ അടുത്തുണ്ടാവും. ഇത് മുഴുവൻ പൂരിപ്പിച്ച് ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അടയ്ക്കേണ്ടത് എത്രയാണോ അതിനേക്കാൾ ഒരു 100-200 രൂപ കൂട്ടി അങ്ങ് അടച്ചേക്കുക. ഇപ്പം 500 അടയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ ഒരു 600 രൂപയുടെ പോളിസി എടുക്കാം. അപ്പോൾ കുറച്ച് കൊല്ലം 4-5 കൊല്ലത്തേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ അഡീഷണൽ പോളിസി എടുക്കേണ്ട ആവശ്യമില്ല. 600 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 400 ഓൾറെഡി അടയ്ക്കുന്നുണ്ടെങ്കിൽ മിനിമം 100 രൂപയുടെ അഡീഷണൽ പോളിസി എടുക്കണം. 200 വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അഡീഷണൽ പോളിസി 300 വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അത് നമ്മളുടെ ക്യാഷിൻ്റെ അവൈലബിലിറ്റി പോലെ ചെയ്യാവുന്നതാണ്. അതായത് കൂടുതൽ കൂടുതൽ സംഖ്യയുടെ പോളിസി നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മളുടെ ഇൻഹാൻഡായിട്ട് കയ്യിൽ കിട്ടുന്ന സംഖ്യ കുറയും. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടുന്ന സംഖ്യ കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി എല്ലാ ജീവനക്കാരും നിർബന്ധമായിട്ടും ഇത് എടുക്കേണ്ടതാണ്. ആ എടുക്കണം എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഉത്തരവാദിത്വം DDOമാർക്കാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ഇത് ചിലർക്ക് കുറച്ച് പേര് എന്നോട് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മളിതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ പോളിസി നമ്മളിപ്പോൾ ഈ കാണുന്ന സംഖ്യകളൊക്കെ തന്നെ ആകെ അടയ്ക്കേണ്ട തുകയാണ്. ആകെ അടയ്ക്കേണ്ട തുകയിൽ നിന്ന് നിലവിലുള്ള തുക കുറച്ചാൽ, നിലവിൽ അടയ്ക്കുന്ന തുക കുറച്ചാൽ നമുക്ക് അഡീഷണൽ പോളിസി എത്ര തുകയ്ക്കാണ് അടയ്ക്കേണ്ടതെന്ന് കിട്ടും. അതിലൊരു 100 രൂപയും കൂടെ കൂട്ടി പോളിസി അടയ്ക്കുക മിനിമം. അപ്പോൾ ഇതിന് നമ്മളൊരു പ്രൊപ്പോസൽ ഫോം ഉണ്ട്. ആ പ്രൊപ്പോസൽ ഫോം പൂരിപ്പിച്ച് ആ പ്രൊപ്പോസൽ ഫോമിൻ്റെ ഒപ്പം തന്നെ നോമിനേഷൻ ഉണ്ട്. നമ്മളൊരു നോമിനിയെ വെക്കണം. അതിപ്പോൾ നമ്മൾ വിവാഹിതരൊന്നും അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെ നോമിനിയായിട്ട് വെക്കാം. ആ നോമിനി പിന്നീട് നമുക്ക് ഫാമിലി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നോമിനിയെ മാറ്റാവുന്നതാണ്. ആ നോമിനിയെ മാറ്റാൻ വേണ്ടി പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ഫോം ഉണ്ട്. ആ ഫോം പൂരിപ്പിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ, പോളിസി നമ്പർ, ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് ഒപ്പിട്ട് 2 സാക്ഷികളുടെ ഒപ്പോട് സഹിതം നമ്മൾ SLAയുടെ ഓഫീസിൽ സമർപ്പിച്ചാൽ നമ്മൾ അവരുടെ റെക്കോർഡിക്കലി നമ്മളുടെ നിലവിൽ നമ്മൾ കൊടുത്ത നോമിനിയെ മാറ്റാവുന്നതുമാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കൊടുക്കുന്ന നോമിനിയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട, നോമിനിയെ മാറ്റാവുന്നതാണ്. അല്ലെ കുറേ കഴിയുമ്പോൾ നമ്മൾ ആ നോമിനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഒത്തുപോകാത്ത സ്ഥിതി വരാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നോമിനി ഏത് സമയത്തും നമുക്ക് മാറ്റാനുള്ള അവകാശം ഉണ്ട്. അപ്പം ഇങ്ങനെ ഇത് അഡീഷണൽ പോളിസി എടുക്കണമെങ്കിലുള്ള കാര്യം പറഞ്ഞാൽ അത് പോളിസി എടുക്കാനും അഡീഷണൽ പോളിസി എടുക്കാനും ഒരേ നടപടിക്രമം തന്നെയാണ്. അപ്പോൾ പ്രൊപ്പോസൽ ഫോം ഉണ്ട്, അത് പൂരിപ്പിക്കണം. അതിൽ നോമിനേഷൻ വേണം. കൂടാതെ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന SLI പോളിസികളുടെ ഡീറ്റെയിൽസ് അതിൽ ചോദിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ അഡീഷണൽ പോളിസിക്കാർ അങ്ങനെയാണല്ലോ, നിലവിൽ ഓൾറെഡി SLI പോളിസിയിൽ പ്രീമിയം അടയ്ക്കുന്നുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഫോമിൽ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അതിലുണ്ട്. ഈ ഫോമിൽ തന്നെ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റും വേണം. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപന മേധാവി മുഖാന്തരമാണ് ഈ ഡിഡക്ഷനൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യപത്രവും ഈ ഫോമിലുണ്ട്, അതും വേണം. അത് കഴിഞ്ഞാൽ ഒരു കവറിംഗ് ലെറ്ററും സഹിതം ഒരു കവറിംഗ് ലെറ്റർ എടുക്കുക. ഈ ഫോമും കവറിംഗ് ലെറ്ററും ആ ഓഫീസിലുള്ള എല്ലാവരുടെയും കൂടി ഒരാൾ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയാൽ ഓരോരുത്തരുടെ പണവും അവിടെ നേരിട്ട് അടയ്ക്കണം. ഈ അഡീഷണൽ പോളിസിക്കുള്ള പണം ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിന് നിൽക്കാതെ നമ്മുടെ SLI ഓഫീസിൽ നേരിട്ട് പോയിട്ട് ഈ അഡീഷണൽ പോളിസിക്കുള്ള പണം അടയ്ക്കുക. അതിനുശേഷം ഈ ഫോം അവിടെ കൊടുക്കുക, അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. അപ്പോൾ നമുക്ക് ഒരു പോളിസി നമ്പർ ലഭിക്കും. നമുക്ക് പോളിസി ആ പണം അടയ്ക്കുന്നതോടുകൂടി നമ്മളൊരു പോളിസി അലോട്ട് ചെയ്ത് ഒരു നമ്പർ നമുക്ക് ലഭിക്കും. ആ നമ്പർ ലഭിച്ച് തൽക്കാലം നമ്പർ മാത്രമേ ലഭിക്കൂ. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഒരു പോളിസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ട്. അത് കൂടാതെ ഈ ഡിഡക്ഷൻസ് രേഖപ്പെടുത്തി വെക്കാനുള്ള ഒരു പാസ്ബുക്കും തരും. അത് പക്ഷെ നമ്മൾ അന്നേക്കന്ന് കിട്ടില്ല.
അത് ഒരു മാസം ഒക്കെ കഴിഞ്ഞ് അല്ലെ 1-2 മാസത്തിന് ശേഷം മാത്രമേ ഈ പോളിസി സർട്ടിഫിക്കറ്റും പാസ്ബുക്കും നമുക്ക് ലഭ്യമാകുള്ളൂ. അത് ആ സമയത്ത് വാങ്ങിയാൽ മതി. തൽക്കാലം നമുക്ക് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് മതി? ഈ പോളിസിയുടെ നമ്പർ മതി. അപ്പോൾ ഈ പോളിസി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ വെച്ചിട്ട് സാലറിയിൽ നിന്ന് SLI അഡീഷണൽ പോളിസി ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ സാലറി ഡീറ്റെയിൽസിൽ SLIയിലേക്കുള്ള ആകെ തുക കാണിക്കുന്നതോടൊപ്പം അതിൻ്റെ ഷെഡ്യൂളിൽ ഓരോ പോളിസി നമ്പറിലേക്കും എത്ര തുക വീതം അടയ്ക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ തവണ അഡീഷണൽ പോളിസി എടുക്കുമ്പോഴും അതിന് വേറൊരു പോളിസി നമ്പറും വേറൊരു പോളിസി സർട്ടിഫിക്കറ്റും വേറൊരു പാസ്ബുക്കും ആയിരിക്കും. ഇപ്പം നമുക്ക് ആദ്യം മുതൽ കൂട്ടിയത് 5 പോളിസി, ഒരെണ്ണം ആദ്യം, ഒരു പോളിസി ആദ്യം നമ്മൾ എടുത്തു, പിന്നെ അഡീഷണൽ പോളിസി 4 കൂടി എടുത്താൽ നമുക്ക് എത്രയുണ്ടാവും? 5 SLI പോളിസികൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 5 SLI പോളിസികൾക്കും 5 SLIയുടെ പോളിസി നമ്പർ ഉണ്ടാവും, 5 SLI പോളിസി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, 5 പാസ്ബുക്കും ഉണ്ടാവും. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആദ്യം നമ്മൾ എടുത്തതും രണ്ടാമതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ഓരോ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് SLI ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? അതാതിൻ്റെ പാസ്ബുക്ക് പൂരിപ്പിച്ച് അത് ഗ്രാൻഡ് ടോട്ടൽ കാണണം. ക്യാരി ഫോർവേഡ് ചെയ്ത് ഗ്രാൻഡ് ടോട്ടൽ കണ്ട് ആ പൂരിപ്പിച്ച പാസ്ബുക്ക് അത് ഹെഡ് ഓഫ് ഓഫീസ് സൈൻ ചെയ്തതായിരിക്കണം. പോളിസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ കൂടിയാണ് ഓരോന്നിൻ്റെയും. ഓരോ ക്ലോഷറിനുള്ള ആപ്ലിക്കേഷനും വേറെയാണ്. അതൊക്കെ നമ്മൾ ഓരോന്നിനെയും ഓരോ സിംഗിൾ SLI പോളിസികളായിട്ട് കണക്ക് കൂട്ടണം. ആ രീതിയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തും ആ രീതിയിലാണ് നമ്മൾ ക്ലോഷറിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പം 5 പോളിസി ഉണ്ടെങ്കിൽ 5 ക്ലോഷറിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ഓരോ ആപ്ലിക്കേഷനിലും കൺസേൺഡ് പാസ്ബുക്കും കൺസേൺഡ് പോളിസി സർട്ടിഫിക്കറ്റും നമ്മൾ വെക്കേണ്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പോളിസിയിൽ അതിൻ്റെ പാസ്ബുക്ക് നമ്മൾ പല സ്ഥാപനങ്ങളിലും മാറി പോകുന്നവരുണ്ടാവും. അപ്പോൾ പാസ്ബുക്ക് അതാത് സ്ഥാപനത്തിലെ ഡിഡക്ഷൻസ് കഴിഞ്ഞ് നമ്മൾ ഓരോ മാസവും പൂരിപ്പിക്കേണ്ട. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും പാസ്ബുക്ക് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട DDOയുടെ സൈൻ വാങ്ങേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഓഫീസിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറിയോ മറ്റോ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ വരെയുള്ളത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി DDOമാരെ കൊണ്ട് സൈൻ ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ SLI പോളിസിക്ക് മറ്റ് പോളിസിയേക്കാൾ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഉയർന്ന സം അഷ്വേർഡ് ഉണ്ട്. ആകെ അടയ്ക്കുന്ന തുകയേക്കാൾ കൂടുതൽ സം അഷ്വേർഡ് കൊടുക്കും. പിന്നെ ഉയർന്ന നിരക്കിലുള്ള ബോണസും ലഭിക്കും. ഉയർന്ന നിരക്കിലുള്ള ബോണസും ഉണ്ട്. ആകെ അടച്ച തുകയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സം അഷ്വേർഡും നമുക്ക് ലഭിക്കും. അപ്പോൾ മാത്രമല്ല, ഈ അടവ് ഏത് മാസം വരെ അടയ്ക്കണം എന്നുള്ള കാര്യം ഈ ഫ്രം ഉണ്ടാവും, ടു ഉണ്ടാവും. അടയ്ക്കണം എന്നുള്ള കാര്യം, ലാസ്റ്റ് റെമിറ്റൻസ് ഏത് മാസം വരെയാണ് എന്നൊക്കെ ഈ പോളിസി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടയ്ക്കേണ്ട. GIS പോലെയല്ല. GISൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സർവീസിലുള്ള അവസാന മാസം വരെ അടച്ചതിന് ശേഷം GS പൂർണ്ണമാവും. SLI അങ്ങനെയല്ല. SLIയിൽ ഏത് മാസമാണോ പറഞ്ഞിരിക്കുന്നത് ആ മാസം വരെ മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടതുള്ളൂ. പിന്നെ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ SLI പോളിസി സർട്ടിഫിക്കറ്റ് പാസ്ബുക്കും സൂക്ഷിക്കേണ്ടത് ബന്ധപ്പെട്ട ജീവനക്കാരൻ തന്നെയാണ്. അതെല്ലാവരും ഒന്നും മനസ്സിലാക്കുന്നതല്ല. ചില ഓഫീസുകളിൽ ഫയലുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. പോളിസി സർട്ടിഫിക്കറ്റിനെ പറ്റിയോ അതിൻ്റെ പാസ്ബുക്കിനെ പറ്റിയോ ഒന്നും ബാക്കി ജീവനക്കാർക്കൊന്നും ഒരു ധാരണയില്ല. അധ്യാപകരാണെങ്കിൽ അധ്യാപകർക്കും ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാനൊന്നും അവർ പോവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് SLI പോളിസി ആയാലും ശരി, അതിൻ്റെ പാസ്ബുക്കും അതിൻ്റെ ബന്ധപ്പെട്ട പോളിസി സർട്ടിഫിക്കറ്റും സൂക്ഷിക്കേണ്ടത് ഈ ജീവനക്കാരനാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജീവനക്കാരനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതെല്ലാവരും ഓർമ്മിക്കുക. ചിലരുടെ ഓഫീസുകളിലെ ഫയലിൽ കെട്ടിവെക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് സർവീസ് ബുക്കിൽ ഒട്ടിച്ചു വെക്കും.
അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കും. ഈ സർവീസ് ബുക്കിൽ പിൻ ചെയ്ത് വെക്കുന്ന 2 തവണ സർവീസ് ബുക്ക് എടുത്ത് തിരിച്ച് ഗ്രേഡ് പാസ്സാക്കാനും മറ്റതിനൊക്കെ പിന്നെ ഫിസിക്കൽ അല്ലാത്തതുകൊണ്ടുള്ളപ്പോൾ ഉള്ള ഗുണമുണ്ട്. പിന്നെ ഫിസിക്കൽ ആകുമ്പോഴുള്ള കുഴപ്പം കൂടുതലാണ്. അത് മാറ്റി ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവസാനം ഉണ്ടാവില്ല, പാസ്ബുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഡി ഡി ഒമാരും അത് കൃത്യമായിട്ട് ഈ പാസ്ബുക്കും പോളിസ് സർട്ടിഫിക്കറ്റും ഒക്കെ വരുന്ന സമയത്ത് അതാത് ജീവനക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നോമിനേഷൻ മാറ്റാനുള്ള അവസരമുണ്ട്. അതിനൊരു പ്രത്യേക ഫോമുണ്ട്. ആ ഫോം പൂരിപ്പിച്ച് 2 സാക്ഷികൾ വേണം. ആ സാക്ഷികളുടെ ഒപ്പൊക്കെ കൂടി ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ സമർപ്പിച്ചാൽ രേഖാപരമായിട്ട് നോമിനി മാറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷം പൂർണ്ണമായിട്ട് 3 വർഷം കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ പിന്നെ പോളിസിയിൽ നിന്ന് വേണ്ടവർക്ക് ചെറിയ പലിശ നിരക്കിൽ ലോൺ അനുവദിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. SLAയിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ നമുക്കറിയാലോ, അടച്ച തുകയുടെ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് 3 വർഷത്തെ അടച്ചിട്ട് പിന്നെ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അടച്ച തുകയുടെ നിശ്ചിത ശതമാനം മാത്രമാണ് ലോണായിട്ട് നമുക്ക് ലഭിക്കുക. അത് പലിശ നിരക്കൊക്കെ വളരെ കുറവാണ്. അത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. കുറേ തുകയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടൈറ്റ് ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ സാഹചര്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അന്നേരവും നമ്മൾ എന്ത് ചെയ്യണം, ഈ പോളിസി സർട്ടിഫിക്കറ്റ് അവിടെ സറണ്ടർ ചെയ്തേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ അത് അങ്ങനെ പോളിസി സർട്ടിഫിക്കറ്റ് അവിടെ സറണ്ടർ ചെയ്യേണ്ട സന്ദർഭം വരുമ്പോൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി പോളിസി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കേസ് അങ്ങനെയുണ്ട്. ഒന്നുകിൽ ജീവനക്കാരൻ അലസനായിരിക്കും, അല്ലെങ്കിൽ ജീവനക്കാരൻ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ഓഫീസിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ത്രൂ ഓഫീസായിരിക്കും മിക്കവാറും എല്ലാ പോളിസി സർട്ടിഫിക്കറ്റും പാസ്ബുക്കും ഒക്കെ വരിക. അപ്പോൾ കിട്ടിയിട്ടില്ല ഇത് അന്ന്, പിന്നെ 2 തവണ 2-3 ഓഫീസ് മാറിയിട്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോൾ അവസാനം അങ്ങനെ വന്നാൽ പോളിസി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ 500 രൂപയുടെ മുദ്ര പേപ്പറിൽ ഒരു ഇൻഡെമിനിറ്റി ബോണ്ട് സമർപ്പിക്കേണ്ടതാണ് ജീവനക്കാരൻ. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള SLA ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് മാസമാണോ SLA ഓഫീസിൽ അടവ് നടത്തിയത്, അടവ് നമ്മൾ SLA ഓഫീസിൽ നടത്തിയ ആ മാസത്തെ സാലറി ബില്ലിൽ തന്നെ ഡിഡക്ട് ചെയ്ത് തുടങ്ങണം. അതൊരു പ്രത്യേകതയാണ്. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് പോകുള്ളൂ. SLA ഓഫീസിലെ ഏത് മാസമാണോ നമ്മൾ കൊണ്ടുപോയി അടച്ചത് ആ മാസത്തെ സാലറി ബില്ലിൽ തന്നെ നമ്മൾ ഡിഡക്ഷനും തുടങ്ങണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയെന്നാണ് വിചാരിക്കുന്നത്. SLA ആപ്ലിക്കേഷനും അഡീഷണൽ പോളിസി എടുക്കേണ്ട ഒരു കണ്ടീഷനൊക്കെ. പിന്നെ നമ്മൾ ഈ 35% അല്ലാതെ വേറെ ശതമാനം DA വാങ്ങുന്നവരൊക്കെ ഉണ്ട്. ഏത് വാങ്ങിയാലും ശരി, നമ്മൾ P+DA മാത്രമാണ് എടുക്കുന്നത്. അത് 58% DA വാങ്ങുന്നതിൽ ആ 58% എടുക്കുക. ഇവിടെ അന്നേരം അവരുടെ ബേസിക് പേയും എടുക്കുക. ആ ബേസിക് പേയും ഇത്ര ശതമാനം എത്രയാണോ അവർ വാങ്ങുന്ന DA അത് രണ്ടും കൂടെ കൂട്ടി ആ സംഖ്യയുടെ 1.5% കണ്ട് അതിനെ അടുത്ത 100-ന് റൗണ്ട് ചെയ്തെടുക്കുന്ന സംഖ്യയാണ് അവർ അടയ്ക്കേണ്ട സംഖ്യ. ആ സംഖ്യയിൽ നിന്ന് നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യ കുറച്ചാൽ അഡീഷണൽ പോളിസി എന്ന് പറയുന്ന എത്ര സംഖ്യ പ്രീമിയത്തിൻ്റെ അഡീഷണൽ പോളിസി എടുക്കണമെന്ന് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ SLA ജില്ലാ ഓഫീസാണ്, ജില്ലാ ഇൻഷുറൻസ് ഓഫീസിലാണ് ഇതിൻ്റെ അപേക്ഷയൊക്കെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഓഫീസ് സ്ഥാപനത്തിലെ എല്ലാവരുടെയും കൂടി ഒരാൾ കൊണ്ടുപോയാൽ മതി. പണം അവിടെ നേരിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ആ പണം കൂടി കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ പിന്നെ കവറിംഗ് ലെറ്ററും ഹെഡ് ഓഫ് ഓഫീസിൻ്റെ ഒരു സാക്ഷ്യപത്രം ഫോമിലുണ്ട്. അതുമൊക്കെ ചെയ്തിട്ട് പോയ ഒരാൾ, ആരെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയാൽ മാത്രം മതി. നമുക്ക് അവിടെ നിന്ന് ഈ അഡീഷണൽ പോളിസിയുടെ നമ്പർ അലോട്ട് ചെയ്യും. പാസ്ബുക്കും സർട്ടിഫിക്കറ്റും പിന്നീട് ലഭിക്കും. ഓക്കെ, ഞാൻ SLA സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ കേട്ട എല്ലാവർക്കും കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.